കേരളത്തിന്റെ പരമ്പരാഗത നാലുമണി പലഹാരങ്ങളിൽ എക്കാലത്തും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ആവി പറക്കുന്ന ചായക്കൊപ്പം നല്ല ഉണ്ണിയെപ്പോലൊരു ഉണ്ണിയപ്പം. ശർക്കരയുടെ മധുരവും നെയ്യുടെ സുഗന്ധവും തേങ്ങാക്കൊത്തിന്റെ കടിയും ചേരുമ്പോൾ ഉണ്ണിയപ്പത്തിന്റെ രുചി ഇരട്ടിക്കുകയായി. കുഴിയപ്പം, കാരപ്പം, ഉണ്ണിയപ്പം എന്നീ പല പേരുകളിലും അറിയപ്പെടുന്ന ഈ സ്വാദ് നുകരാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്നതാണ് സത്യം. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാൾ വീട്ടിൽ തന്നെ ചൂടോടെ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പത്തിനൊരു വേറിട്ട രുചിയുണ്ട്. പണ്ടൊക്കെ വിദേശത്തേക്ക് പോകുന്നവർക്ക് പൊതിഞ്ഞു കൊടുത്ത് വിടുന്നതിൽ പ്രധാനിയായിരുന്നു ഉണ്ണിയപ്പം. നന്നായി അടച്ചു വെച്ച് സൂക്ഷിച്ചാൽ എങ്ങനാണെങ്കിലും ഒന്ന് രണ്ടാഴ്ച ഒരു രുചി വ്യത്യാസങ്ങളും ഇല്ലാതെ ഉപയോഗിക്കാമെന്നതാണ് ഉണ്ണിയപ്പത്തിന്റെ പ്രത്യേകത. ആ കാലമൊക്കെ കഴിഞ്ഞ് ഇന്ന് ആരാണ് ഉണ്ണിയപ്പവുമായി വിദേശത്തേക്കൊക്കെ പോകുന്നത്? അതൊക്കെ പണ്ടേ കഴിഞ്ഞു. എന്നാലും മലയാളിക്ക് ഉണ്ണിയപ്പം എന്നും ഒരു വികാരമാണല്ലോ അല്ലേ? വീട്ടിലുള്ള വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നല്ല മുരിഞ്ഞ രുചികരമായ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. വായു. ഉണ്ണിയപ്പത്തിനായി കല്ലും കട്ടയും ഉമ്മിയും ഒന്നുമില്ലാത്ത നല്ല പച്ചരി ഞാൻ മുറത്തിലേക്ക് എടുത്തിട്ടുണ്ടേ. ഇനി ഇതിൽ നിന്നും ഞാൻ നമ്മുടെ ചായയൊക്കെ കുടിക്കുന്ന ഒരു ഗ്ലാസ്സിന് വടിച്ച് ഒരു 3 ഗ്ലാസ് പച്ചരി അളന്നെടുക്കുന്നുണ്ട്. ഈ 3 ഗ്ലാസ് അരി കൊണ്ട് നമുക്ക് 50-ന് മുകളിൽ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുമേ. നിങ്ങൾക്ക് അത്രത്തോളം ആവശ്യമില്ലെങ്കിൽ അളവുകൾ പാതി എടുത്താൽ മതിയാകും. 3 ഗ്ലാസ് പച്ചരി ഒരു വലിയ പാത്രത്തിലേക്ക് എടുത്തതിലേക്ക് അരി മുഴുവനും മുങ്ങി നിൽക്കാൻ പാകത്തിന് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഏകദേശം 2 മണിക്കൂർ നേരം ഒന്ന് അരി കുതിർത്തിയെടുക്കണം. പച്ചരി ആയതുകൊണ്ട് തന്നെ 1-2 മണിക്കൂർ കൊണ്ട് നല്ല രീതിയിൽ കുതിർന്ന് കിട്ടും. ഇനി കുതിർത്തിയെടുത്ത അരി വൃത്തിയായി തന്നെ കഴുകി വെള്ളം ഊറ്റി മാറ്റി വെക്കാം. അതുപോലെ തന്നെ ഞാൻ മറ്റു ചേരുവകളും ഉണ്ണിയപ്പത്തിനായി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പത്തിന് മധുരത്തിനായി ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് ഞാൻ പൊടിച്ചെടുത്ത 1/2 കിലോ ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ശർക്കരയിലേക്ക് വെറും 1/2 ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്തെന്നാൽ അമിതമായി വെള്ളം ചേർക്കേണ്ടതില്ല. വെറും 1/2 ഗ്ലാസ് മാത്രം മതി. പിന്നെ ശർക്കര ഉരുകി നല്ല ലൂസായി വന്നോളും. നിങ്ങൾ ഉണ്ട ശർക്കരയോ അച്ചു ശർക്കരയോ ഏതെടുത്താലും 3 ഗ്ലാസ് അരിക്ക് 1/2 കിലോ എന്ന കണക്കിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒന്ന് തല്ലിപ്പൊട്ടിച്ച് വെള്ളം ചേർത്ത് ഇതേ രൂപത്തിൽ തിളപ്പിച്ചാൽ പെട്ടെന്ന് തന്നെ ശർക്കര ഉരുകി കിട്ടും. പണിയും എളുപ്പമാണ്. പിന്നെ ശർക്കര ഉരുക്കുമ്പോൾ അമിതമായി തീ കൂട്ടി വെക്കാനും പാടില്ല. പെട്ടെന്ന് തന്നെ ശർക്കര ഉരുകി കട്ടിയായി പോകാനും ഇടയുണ്ട്. അതുകൊണ്ട് മീഡിയം തീയിലിട്ട് ഇളക്കി കുറുക്കി പതഞ്ഞു വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം. ഒരു നൂൽ പരുവമൊന്നും ആകണ്ട. ഇതേ കണക്കെ നല്ല ലൂസായി തന്നെ ശർക്കര പാനി അടുപ്പിൽ നിന്നും വാങ്ങി നന്നായി ചൂടാറാനായി മാറ്റിവെക്കാം. ഇതേ സമയം തന്നെ മിക്സിയുടെ ജാറിലേക്ക് കഴുകി വൃത്തിയാക്കി കുതിർത്ത് വെള്ളം വാറ്റിയെടുത്ത പച്ചരി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഏതാണ്ട് മിക്സിയുടെ ജാറിന് പാതി മാത്രം പച്ചരി ചേർത്ത ശേഷം പച്ചരിക്ക് കൂടെ തന്നെ നല്ല മണത്തിനും രുചിക്കുമായി 5-6 ഏലക്കായ, 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത ശേഷം ഒരരിപ്പ വെച്ച് തിളപ്പിച്ചാറിച്ചെടുത്ത ശർക്കരപ്പാനിയും അരിയിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇത്രയും ചേരുവകൾ കട്ടയോ തരിയോ ഇല്ലാതെ നല്ല സ്മൂത്തായി ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഞാൻ അരി ശർക്കരപ്പാനി ചേർത്ത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവനെ ഒരു വലിയ പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതേ ജാറിലേക്ക് തന്നെ മിച്ചം വന്ന അരിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ബാലൻസ് വന്ന ശർക്കരപ്പാനിയും അരിച്ചൊഴിച്ച് അടപ്പിട്ട് വീണ്ടും നല്ലവണ്ണം ഇവയും അരച്ചെടുക്കാം. ആദ്യത്തേതിനെ അപേക്ഷിച്ച് രണ്ടാമത് അരച്ചത് അല്പം തിക്കായി തോന്നാമെങ്കിലും എല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്ത് വരുമ്പോൾ പാകത്തിന് തന്നെ മാവ് റെഡിയായി കിട്ടും. ഇനി സെയിം ജാറിലേക്ക് തന്നെ തൊലി നീക്കം ചെയ്ത നന്നായി പഴുത്ത 5 പാളയൻ തോടൻ പഴവും ചേർത്ത് നല്ല തിക്കായി അരച്ചെടുക്കാം. കണ്ടോ, ഇനി ഈ പഴത്തിന്റെ മിക്സും അരിമാവിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഉണ്ണിയപ്പത്തിന് എപ്പോഴും പാളയൻകോടൻ പഴം തന്നെ എടുക്കുന്നതാണ് ടേസ്റ്റിനും ആ സ്പോഞ്ചി ടെക്സ്ചറിനും ഉത്തമം. ഇനി ഈ മിക്സിലേക്ക് ഒരു നുള്ളു ഉപ്പും 2 വലിയ ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടിയും ചേർത്ത ശേഷം ഇത്രയും ചേരുവകൾ ഒരു തടിത്തവി കൊണ്ട് ഇളക്കി കട്ടകൾ ഒട്ടും തന്നെ ഇല്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മൾ മിക്കപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ബേക്കിംഗ് സോഡയോ അപ്പക്കാരമോ ഒക്കെ ചേർക്കുമല്ലേ? അതൊന്നും വേണ്ട. നല്ല സോഫ്റ്റ് ആയ ഉണ്ണിയപ്പത്തിന് മാവിന് കൂടെ ഇതുപോലെ അല്പം മാത്രം ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നന്നായി ഇളക്കി യോജിപ്പിച്ച് അല്പം പോലും കട്ടകളില്ലാതെ ഞാൻ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, അല്പം പോലും വെള്ളം കൂടി പോകാതെ നല്ല തിക്കായി തന്നെ റെഡിയായി വന്നത്. ഇനി ഇവനെ ഒന്ന് മാറ്റി വെച്ച ശേഷം ചൂടായ ഒരു പാനിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായാൽ നെയ്യിലേക്ക് വളരെ കനം കുറച്ച് നുറുക്കിയെടുത്ത തേങ്ങാക്കൊത്തും ചേർത്ത് ചെറു തീയിലിട്ട് തേങ്ങാക്കൊത്ത് മുഴുവനായും ഒന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യിലിട്ട് തേങ്ങാക്കൊത്ത് വറുക്കുമ്പോഴുള്ള മണം ഒന്ന് വേറെ തന്നെയാണ്. പേർക്ക് തിന്നാൻ തോന്നും. 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നെയ്യിൽ കിടന്ന് തിളച്ച് നല്ല ഗോൾഡൻ ബ്രൗൺ നിറത്തിലേക്ക് മാറിയ ഈ തേങ്ങാക്കൊത്തിന്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ അളവിൽ നല്ല കറുത്ത എള്ളും ചേർത്ത് ചെറു തീയിൽ 1 മിനിറ്റ് കൂടി ചെറുതായി വറുത്തതിന് ശേഷം
ചൂടാറിയാൽ ഉടൻ നെയ്യിൽ വറുത്ത തേങ്ങാക്കൊത്തും എള്ളും അടങ്ങിയ മിക്സ് മാവിലേക്ക് ചേർത്ത് ഒരു ഫൈനൽ മിക്സിംഗ് അങ്ങ് നടത്തിയേക്കണം. മാവിന്റെ എല്ലാ വശത്തും നെയ്യും തേങ്ങയും എള്ളും എത്തുന്ന രീതിയിൽ തന്നെ നന്നായി ഇളക്കിയെടുത്ത മാവ് ദേ ഇതുപോലെ ഉണ്ടാകും. നല്ല തിക്കായി തന്നെ ഇരിക്കും. ഇനി ഈ കൂട്ട് നല്ല എയർ ടൈറ്റ് ഉള്ള ഒരു അടപ്പിട്ടടച്ച് കുറഞ്ഞത് 5 മുതൽ 6 മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, നമ്മൾ ഇതിൽ ബേക്കിംഗ് പൗഡറോ ഈസ്റ്റോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ മിനിമം 5-6 മണിക്കൂറെങ്കിലും എടുക്കും നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ. ഇനി ദേ ഈ സോഫ്റ്റ് ആയ മിക്സ് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് മാറ്റി വെക്കാം. ഇനിയാണ് ഫൈനൽ പണി. നല്ല കുഴിവുള്ള ഒരു ഉണ്ണിയപ്പ ചട്ടി ഒന്ന് ചൂടായതിലേക്ക് കുഴിയുടെ പാതി മാത്രം നിൽക്കുന്ന അളവിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും ചട്ടിയുടെ കുഴികൾക്ക് മുകളിൽ നിൽക്കും വിധം എണ്ണ ഒഴിച്ചു കൊടുക്കല്ലേ. മാവ് ഒഴിക്കുന്ന സമയത്ത് മുഴുവനും തിളച്ച് ചാടിപ്പോകും. എനിക്ക് അനുഭവമുള്ളതാണ്. അതുകൊണ്ട് കുഴിക്ക് താഴെ മാത്രം നിൽക്കും വിധത്തിൽ എണ്ണയൊഴിച്ച് ഒന്ന് കാഞ്ഞു വരുമ്പോൾ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അല്പാൽപമായി എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാടൊന്നും ഒഴിക്കേണ്ടതില്ല. ദേ ഞാൻ ഒഴിക്കുന്ന വിധത്തിൽ കുഴിയുടെ പാതിയോ മുക്കാലോ അളവിൽ മാത്രം മാവ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ചെറു തീയിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കണം. ദേ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം വളരെ പെട്ടെന്ന് തന്നെ സൈഡ് എല്ലാം നിറം മാറി വരുന്നത്. 2 മിനിറ്റിന് ശേഷം മറിച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് കൂടെ അല്പം തീയിൽ ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ കാണാം ഉണ്ണിയപ്പങ്ങളെല്ലാം പെർഫെക്റ്റ് ഷേപ്പിൽ എണ്ണയിൽ നിന്നും പൊന്തി വരുന്നത്. നിറത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. ദേ കണ്ടോ ആ നിറം, കാണുമ്പോൾ തന്നെ പെറുക്കി വായിലിടാൻ തോന്നും. അങ്ങനെ ടോട്ടൽ 4 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ണിയപ്പത്തിന്റെ 2 പുറവും നന്നായി വെന്ത് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇവനെ എണ്ണയിൽ നിന്നും കോരി ഒരു പാത്രത്തിലേക്ക് ആക്കാം. പിന്നെ ദൂരയാത്രകളിലൊക്കെ കൊണ്ടുപോകാനായി ഉണ്ണിയപ്പം തയ്യാറാക്കാനാണ് പ്ലാനെങ്കിൽ 4 എന്നുള്ളത് ഒരു 6 മിനിറ്റ് തിരിച്ചും മറിച്ചുമിട്ട് പുറം നന്നായി ഡ്രൈ ആക്കി എടുത്താൽ 2-3 ആഴ്ച കേടുകൂടാതെ നമുക്ക് ഈ ഉണ്ണിയപ്പം ഉപയോഗിക്കാനാകും. കണ്ടിട്ടില്ലേ ശബരിമലയിൽ നിന്നും നമുക്ക് കിട്ടുന്ന അപ്പം, അത് നല്ല കട്ടിയാണ്. 2-3 മാസം വേണമെങ്കിലും ഒരു കേടും കൂടാതെ ഇരിക്കും. ഞാൻ ദേ അങ്ങനെ മുഴുവൻ മാവും എണ്ണയിൽ ഒഴിച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കാണാൻ തന്നെ എന്താണ് അഴകല്ലേ. അപ്പോൾ പിന്നെ രുചിയുടെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. എല്ലാ കൂട്ടുകാരും ഇതേ നാടൻ രീതിയിൽ ഉണ്ണിയപ്പം ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം. വിജയിക്കും, ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ രുചി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായല്ലോ. തുടർന്നുള്ള രുചികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഉടൻ തന്നെ മറ്റൊരു രുചിയുമായി കണ്ടുമുട്ടാം. ബൈ ഫ്രം വിച്ചൂസ്.